ഒരു സൗഖ്യദായക സഭ, സൗഖ്യദായക സമൂഹം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു സഭയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സ്വാഗതം ചെയ്യുന്ന ഒരു മുഖം സഭയ്ക്ക് ആവശ്യമാണ്. ആ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അവിടെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നു. അയാൾ നമ്മളെ കൈ തന്ന് സ്വീകരിക്കുന്നു, നമ്മളെ പരിചയപ്പെടുന്നു, നമ്മുടെ വിശേഷം ചോദിക്കുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടാവും? അല്ല, കുറേ ആൾക്കാരിയ്ക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി നമ്മൾ പോയി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോരുന്നു. ഇതിലേതാണ് കുറച്ചുകൂടി ഒരു നല്ല അനുഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു സംശയമില്ല, അല്ലേ? ശരി, അപ്പം ഞങ്ങൾ അവിടേക്കുള്ള സഭകൾ ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർ മിനിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും വരിക. എന്നിട്ട് അവരെ വാതക്കിൽ നിൽക്കുക. സഭയിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യരെയും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ്, ഒരു പ്രൈസലോടൊക്കെ പറഞ്ഞ്, പറ്റിയൊരു കയ്യെ കൊടുത്ത് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് കയറ്റിയിരുത്തുക. അപ്പോൾ സഭയ്ക്കൊരു വെൽക്കമിങ് ഫേസ് ഉണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്കും അതൊരു സന്തോഷമാണ്. സഭയിലെ ശുശ്രൂഷകനായ സഹോദരൻ ഇങ്ങനെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറ്റിയിരുത്തുക എന്നൊക്കെ പറയുന്നൊരു നല്ല അനുഭവമാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, പുതിയ ആൾക്കാർ വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റും, അവരെ പരിചയപ്പെടാൻ പറ്റും. ഇനി ചില സഹോദരന്മാരൊക്കെ ഒരുപക്ഷെ മറ്റ് പല സഭകളിൽ നിന്നൊക്കെ ഗസ്റ്റുകളായിട്ട് വരും, അല്ലെങ്കിൽ ആദർശികമായിട്ട് വരും. അപ്പോൾ അവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് പരിചയപ്പെടാം. സഹോദരൻ എവിടെ നിന്നാണ്, പിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളാണ്, അതെ, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച്, അല്ല എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അവിടെ വെച്ചേ അറിയാമല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്തു നോക്ക്, നല്ല കാര്യമാണ്. ഓക്കെ. രണ്ടാമത് പറഞ്ഞത്, സഭ ഒരു പ്രാർത്ഥനാ സമൂഹമാണ്. സഭയിലുള്ള ഓരോ വിശ്വാസികൾക്കും അവരുടെ ഏതാവശ്യത്തിലും പ്രാർത്ഥന കൊണ്ട് കൂടെ നിൽക്കുന്ന, പ്രാർത്ഥന കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹമായിട്ട് നിന്നെങ്കിലേ സഭയിലുള്ള മനുഷ്യർക്ക് ഒരു സൗഖ്യം വരികയുള്ളൂ. ഈ സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല കേട്ടോ, അത് രണ്ടും വ്യത്യാസമുണ്ട്. രോഗം മാറുന്നതും സൗഖ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കൗൺസിലേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്യൂറിങ് ആൻഡ് ഹീലിംഗ്, ഇത് രണ്ടും രണ്ടാണ്. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തു കണ്ടു. കർത്താവ് അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. ഈ തൊടാതെ സൗഖ്യമാക്കാൻ കർത്താവിന് പറ്റുമായിരുന്നല്ലോ. അപ്പോൾ കർത്താവ് അവനെ തൊട്ടു സൗഖ്യമാക്കിയപ്പോൾ അവന് സംഭവിച്ചത് രോഗം മാറ്റം, രോഗം സൗഖ്യം മാത്രമല്ല, അവന് സൗഖ്യം, അവന് മൊത്തത്തിലൊരു സൗഖ്യം വന്നു. കാരണം ഈ മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനാണ്, ആളുകൾ കണ്ടാൽ ആട്ടിപ്പായിക്കുന്നവനാണ്, ആരുടെയും അടുത്തേക്ക് ചെല്ലാനായിട്ട് അനുവാദമില്ലാത്തവനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു തകർന്ന മനുഷ്യനെ തൊട്ടു എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. കർത്താവ് അവനെ തൊട്ടു. ഇങ്ങനെ തൊട്ടു എന്നൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷെ അവൻ്റെ അപ്പോൾ ഒരു ധ്യാനഗുരു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ സൗഖ്യമാക്കിയതിന് ശേഷമായിരുന്നു തൊടുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. സൗഖ്യമായവനെ തൊടാൻ എളുപ്പമാണ്, പക്ഷേ സൗഖ്യം ആവശ്യമുള്ളവനെ തൊടുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവൻ്റെ ഒരു ഇന്നർ ഹീലിംഗ് നടന്നു, അവനൊരു അക്സെപ്റ്റൻസ് ഉണ്ടായി, അല്ലേ? അവനെ സമൂഹം പുറന്തള്ളിയവനാണ്, പക്ഷേ ഈ യേശു കർത്താവ് അവനെ തൊട്ടു, അവനെ സ്വീകരിച്ചു, അവനെ ഉൾക്കൊണ്ടു. അവിടെയാണ് സൗഖ്യം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാർക്കും രോഗമുള്ളവരുണ്ട്. ഈ രോഗമൊന്നും പലതും മാറില്ല, എല്ലാ രോഗമൊന്നും മാറുന്ന രോഗമൊന്നുമല്ല. പക്ഷെ രോഗം മാറിയില്ലെങ്കിലും സൗഖ്യം സംഭവിക്കാം, രോഗം മാറിയില്ലെങ്കിലും സൗഖ്യം സംഭവിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്? എവിടെയാണ് നടക്കേണ്ടത്? എന്താണ്? ദൈവഹിതം അംഗീകരിക്കുക. ചില സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ദൈവഹിതം അംഗീകരിക്കുക, എന്നിട്ട് ദൈവം തരുന്ന ആയുസ്സ് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഹീലിംഗ് സഭയ്ക്കുള്ളിൽ പല ആളുകൾക്കും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. മൂന്നാമത്, ഒരു സൗഖ്യദായക സമൂഹമായിട്ട് സഭ മാറണമെങ്കിൽ ആ സഭയ്ക്ക് ഒരു കൃപയുടെ സമീപനം ആവശ്യമാണ്. കൃപയോടുകൂടിയ ഒരു സമീപനം ആവശ്യമാണ്. അതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ എ നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് എന്ന് പറയും.
നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച്. അതായത് ആളുകളെ വിധിക്കുന്ന ഒരു മനോഭാവം മാറ്റിവെക്കണം. വിധിക്കുക. കർത്താവ് പല സമയത്ത് വിലക്കിയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിധിക്കരുത് എന്നുള്ള കാര്യം. വിധിക്കരുത്. വിധിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. നമ്മൾ പലപ്പോഴും വിധിക്കുന്നവരാണ്. ഈ വിധിക്കുമ്പോൾ എന്താ കുഴപ്പം? നമ്മൾ ഈ ആളുകളുടെ അവസ്ഥയും അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളും ഇതൊക്കെ നമ്മളങ്ങ് പ്രഖ്യാപിച്ചു കളയും. ഞങ്ങളൊരിക്കൽ ഒരു മിഷൻ യാത്രയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനും സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ട്രെയിനിൽ വെച്ച് ഈ സഹോദരിക്ക് സ്ട്രോക്ക് വന്നു. ഒരു വശം തളർന്നുപോയി ഭാഗികമായിട്ട്. അങ്ങനെ വളരെ വിഷമിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ സഹോദരിയെ ഈ ചുമട്ടുകാർ തള്ളിക്കൊണ്ട് പോകണ വണ്ടിയിലൊക്കെ കിടത്തി പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറം തള്ളിക്കൊണ്ട് വന്ന് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയല്ല, നോർത്ത് ഈസ്റ്റാണ്, ഗുജറാത്തിലാണ്, ഗോഹട്ടിയിൽ, ആസാമിൽ. അപ്പോൾ അവിടെ ഒരു മലയാളിയായ ഒരു കുടുംബം, നമ്മുടെ ചർച്ചിലുള്ളതല്ല, വേറെ ചർച്ചിലുള്ളൊരു കുടുംബം, അവിടെ സുവിശേഷ വേല ചെയ്യുന്നൊരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞു. അവരുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവർ വന്നു, ഭാര്യയും ഭർത്താവും കൂടെ വന്നിറങ്ങി. ആദ്യമായിട്ട് കാണുന്നതാണ് ഈ സഹോദരിനെയും കുടുംബത്തെ ആദ്യമായിട്ട് കാണുന്ന, അവർ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ വന്ന വഴി ഈ വന്ന സഹോദരി ഈ രോഗിയായിട്ട് ഒരു വശം തളർന്നിരിക്കുന്ന നമ്മുടെ ഈ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ സഹോദരി എന്തോ കാര്യമായ പാപം ജീവിതത്തിലുണ്ട്, ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ആ പാവം ഇരുന്ന് കരയാൻ തുടങ്ങി. ഒന്നാലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ തളർന്നിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരാളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ ആശ്വാസവാക്ക, എന്തോ പാപം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മൾ അത്രയും ഒരു കഠിനമായ പ്രസ്താവനകളൊന്നും നടത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും നമ്മളും ചില പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട്, അല്ലേ? അവൻ്റെ കയ്യിലിരിപ്പുണ്ടാ, ഇതൊക്കെ വരുമെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദൈവം ഒരാൾ മുകളിലിരിപ്പില്ല സഹോദര. ഇതൊക്കെയാണ് നമ്മുടെ കമൻറ്റുകൾ. അപ്പോൾ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ ആ തകർച്ചയിൽ സഹതാപം എന്ന് പറയുന്ന, അനുകമ്പ, കരുണ എന്ന് പറയുന്നൊരു വികാരം അല്ല നമ്മളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരാൾക്കാന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിചാരം എന്താ? അവനെ വിധിക്കുക, അവനെ ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മനോഭാവത്തോടെ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല. അങ്ങനെ മനോഭാവമുള്ള കുറച്ച് ആളുകളുടെ ഒരു സമൂഹത്തിൽ ആർക്കാ സൗഖ്യം ഉണ്ടാകുന്നത്? കുറച്ചുകൂടി വിഷമം ഉണ്ടാവുകയല്ലേ ഉള്ളൂ, കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുകയല്ലേ ഉള്ളൂ സാഹചര്യം, അല്ലേ? ഇപ്പോൾ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു വിഷമമുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പല വിഷയങ്ങളും സഭയിൽ സഹോദരിമാരുടെ അടുത്ത് എനിക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് പറയാനായിട്ട് ആളുകൾക്ക് പേടിയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, പറഞ്ഞു പോയാൽ ഇത് 10 പേരറിയും. പരദൂഷണം, ഏഷണി. മൂപ്പൻ അറിഞ്ഞു പോയാൽ അടുത്ത ഞായറാഴ്ച പ്രസംഗം അതായിരിക്കും, അല്ലെങ്കിൽ പ്രബോധനം അതായിരിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ പ്രശ്നം ആരോടാ പറയുന്നത്? അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നമ്മൾ ആളുകളുടെ പാപത്തെ മൂടി വെക്കണം എന്നൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കണമെങ്കിൽ നമ്മളൊരു ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് കൊണ്ട് നടക്കില്ല. കർത്താവിൻ്റെ അടുക്കൽ ഒരു അന്ധനായ മനുഷ്യനെ കൊണ്ടുവന്നു. കർത്താവ് അവനെ കണ്ട വഴി കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? കർത്താവേ, ഇവൻ്റെ പാപമാണോ അതോ ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പാപമാണോ ഇവനിങ്ങനെ ജനിക്കാനായിട്ട് കാരണം? ആ ഒറ്റ ചിന്തയുള്ളൂ, ഒരൊറ്റ ചിന്തയുള്ളൂ. ഇവനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പാപമുണ്ട്. കർത്താവ് പറഞ്ഞു, വേറെ ഒത്തിരി കാരണമുണ്ട് പിള്ളേരെ എന്ന് പറഞ്ഞു, അല്ലേ? വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. നമ്മൾ ചാടിക്കയറി വിധിക്കാനും വിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പശ്ചാത്തലങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെയൊക്കെ നീതി ന്യായം അറിഞ്ഞിട്ടാണോ നമ്മളോരോ പ്രസ്താവന നടത്തുന്നത്? അല്ലേ? അപ്പോൾ നമുക്കറിയില്ല. കർത്താവ് പറഞ്ഞു, നീതിയുള്ള വിധി വിധിക്കും. കണ്ണിന് കാണുന്ന പോലെയല്ല, കണ്ണിന് കാണുന്ന പോലും ശരിയല്ല ചില സമയത്ത്.
അപ്പോൾ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് വിധിക്കാനായിട്ട് കഴിവില്ല നമുക്ക്. എങ്കിലും നമ്മൾ വിധിക്കും. നമ്മളവരുടെ സ്വഭാവത്തെ വിധിക്കും, അവരുടെ ജീവിത രീതിയൊക്കെ നമ്മൾ കയറി വിധിക്കും, പലതരത്തിൽ നമ്മൾ വിധി നടപ്പാക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ന്യായപ്രമാണം പരാജയപ്പെട്ട ഒരു ആയുധമാണ്. മനുഷ്യനെ നീതീകരിക്കാനായിട്ട് പരാജയപ്പെട്ട ആയുധമാണ് ന്യായപ്രമാണം. നിയമങ്ങൾ വിജയിച്ചത് കൃപയാണ്. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല മനുഷ്യരോട് കൃപ കാണിക്കാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യരോട് കരുണയുള്ളവരായിരിക്കുക, കരുണ കാണിക്കുക, കൃപയോടുകൂടി ഇടപെടുക. അവിടെയാണ് സൗഖ്യം ഉണ്ടാകുന്നത്. നമ്മൾ മനുഷ്യരുടെ സാഹചര്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവരെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് ചിന്തിക്കുക. അതല്ലാതെ അവരെ പ്രതിസ്ഥാനത്താക്കാനോ, ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, കൈകാര്യം ചെയ്യണം. സൗര ആദ്യം തന്നെ പറയണത് കൈകാര്യം ചെയ്യണം. ഈ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ അങ്ങനെ ചെയ്തു, കൈകാര്യം ചെയ്യണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സൗര നമ്മുടെ ആവശ്യം എന്താ? ആ സഹോദരനെ എഴുന്നേൽപ്പിച്ച് നിർത്തി വിഷമിപ്പിച്ച് 4 ചോദ്യം ചോദിച്ച് അയാളെ കൊണ്ട് മാപ്പ് പറയിച്ച് അയാളെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണോ? ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് തിരുത്തി നേരെ ജീവിക്കാനായിട്ട് അവനെ സഹായിക്കുകയാണ്. ഇതിലേതാ നമ്മൾ ചെയ്യേണ്ട കാര്യം? ഇനി അത്ര ഗൗരവമുള്ള തെറ്റുകളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ പരസ്യമായിട്ട് ശാസിക്കേണ്ടത് വരും, ക്ഷമ ചോദിക്കേണ്ടത്, ഇതൊക്കെ വേണ്ട, ഇതൊന്നും പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ കേസും അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, എല്ലാ കേസും അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യരോട് ബേസിക്കലി ഒരു കരുണയും കൃപയൊക്കെ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് സൗഖ്യം നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുള്ളൂ, നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എംപതി ഈസ് എ കീ ക്വാളിറ്റി ദാറ്റ് enables us to help people. മനുഷ്യരെ സഹായിക്കാനായിട്ട് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഗുണമാണ് എംപതി എന്ന് പറയുന്നത്. എംപതി എന്ന് പറഞ്ഞത് സഹാനുഭൂതി. എന്താണ് ഈ എംപതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാത്തോസ് ആണ്. പാത്തോസ് എന്ന് പറഞ്ഞാൽ പാത്തോസ് എന്ന് പറഞ്ഞാൽ പെയിൻ. ദ പെയിൻ, അതായത് വേദനയെടുക്കുന്ന ഒരുവൻ്റെ, കൗൺസിലേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗെറ്റ് ഇൻ ദ ഷൂ ഓഫ് ദ കൗൺസിലി. മറ്റൊരുത്തൻ്റെ ചെരുപ്പിനുള്ളിലേക്ക് കയറി നിൽക്കുക, എന്നിട്ട് അവൻ്റെ കണ്ണിലൂടെ അവൻ്റെ ലോകത്തെ കാണാൻ ശ്രമിക്കുക. അവനനുഭവിക്കുന്ന അവൻ്റെ മനസ്സിലൂടെ അവൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? എംപതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രശ്നം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, എൻ്റെ മകനാണ്, എൻ്റെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമായിരുന്നു? അപ്പം നമുക്ക് അപ്രോച്ചിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരും, സമീപനത്തിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മനുഷ്യരെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിവില്ലാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പോൾ കർത്താവ് നമ്മുടെ വേദനകളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. കാരണം ഹി വാസ് ഇൻ അവർ പ്ലേസ്, ഇൻ അവർ ഷൂസ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കർത്താവ് കടന്നു പോയിട്ടുണ്ട്. ശാന്തത, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, മനുഷ്യരെ തള്ളിക്കളഞ്ഞത്, അല്ലേ, പട്ടിണി, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു കർത്താവിന് കുടുംബജീവിതത്തിൻ്റെ വിഷമം അറിയാൻ പാടില്ല എന്ന്. എന്നാൽ അതല്ല ശരി. കർത്താവിൻ്റെ ഭാര്യ ആരാ? നമ്മളെ കർത്താവ് കൊണ്ടാടക്കണം ആലോചിച്ച് നോക്കി. ഇതിലും വലിയ ഒരു പണി കർത്താവിന് കിട്ടാനുണ്ടോ?
ലോകത്തിലുള്ള മുഴുവൻ ഭാര്യമാരും ഉണ്ടാക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ പുത്രൻ, അതിന് 11 വയസ്സായുള്ളൂ. അപ്പം നമ്മുടെ ഈ പിള്ളേരൊക്കെ ചിന്തിക്കുന്ന ചിന്തയാണ്. പുള്ളി രാവിലെ ബൈബിളൊക്കെ വായിച്ച് ക്വൈറ്റൈമൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ പുള്ളി അതല്ല, അപ്പാ ഈ കർത്താവ് നമ്മളെയൊക്കെ സഹിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഈ കർത്താവ് നമ്മളെയൊക്കെ എങ്ങനെ സഹിക്കണം? ഞാൻ പറഞ്ഞു ശരിയാടാ മോൻ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കർത്താവ് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ സഹിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ കർത്താവിന് അതും അറിയാം. നമ്മുടെ വിഷമം പറഞ്ഞാൽ കർത്താവിന് മനസ്സിലാവില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് കർത്താവിന് അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ, കർത്താവ് ആ മനുഷ്യരുടെ സിറ്റുവേഷൻസിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അപ്പോൾ 9 ഒരു വിധവയുടെ മകൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് പോകുന്ന കാഴ്ച കർത്താവ് കണ്ടു. കർത്താവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും കടന്നു പോയെന്നറിയാമോ? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയായിരിക്കും കരയുന്നത് എന്ന് കർത്താവ് ചിന്തിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നിൽക്കാൻ പറഞ്ഞു, അവനെ എഴുന്നേൽപ്പിച്ചുള്ളൂ അല്ലേ. അതാണ് എമ്പതി എന്ന് പറയുന്നത്. അതാണ് എമ്പതി എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, അവരുടെ ബലഹീനതകൾ, വീഴ്ചകൾ, ഒത്തിരി കാര്യങ്ങളുണ്ട് സ്വഭാവത്തിന്. ഇതെല്ലാം അവരനുഭവിക്കുന്ന സംഘർഷങ്ങളാണ്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു പ്രശ്നം, വി സീ വാട്ട് പീപ്പിൾ ഡു, ബട്ട് വി ഡോണ്ട് സീ വൈ പീപ്പിൾ ഡു. എന്താണ് മനുഷ്യർ ചെയ്യുന്നതെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് കാണും, പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒരു മനുഷ്യൻ ഒരു പ്രസ്താവന നടത്തിയാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ട്. ചെയ്യാതിരുന്നാൽ അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ട് അല്ലേ? ഒരു കാരണമുണ്ട്. സഭയിൽ വളരെ ആക്റ്റീവായിട്ട് കൊയറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ച്, അവൾ കോളേജിൽ പഠിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് ഓടിപ്പാറുണ്ട്, പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് അവളൊരു ദിവസം സൈലൻ്റ് ആവുകയാണ്. അവൾ പാട്ട് പാടുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നു. എന്താണ് അവളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നമ്മളാണെങ്കിൽ എന്ത് പറയും? യെസ്, ആത്മീയ താല്പര്യം നഷ്ടപ്പെട്ടു, എന്തോ വള്ളിക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ആ കൊച്ചിൻ്റെ അനുഭവം പിന്നീട് പറയുമ്പോൾ അറിയുന്നത്, ഷി വാസ് സെക്സ്വലി അബ്യൂസ്ഡ്. സഭയിലെ പാസ്റ്റർ അവളെ അബ്യൂസ് ചെയ്തു. പക്ഷെ എന്നിട്ടും അവൾ ആ സഭയിൽ വരുന്നു, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയി. നമുക്ക് വിധിക്കാൻ എളുപ്പമാണ് മനുഷ്യരെ, പക്ഷേ ആ മനുഷ്യർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് ക്ഷമ വേണം, അതിന് നമ്മുടെ മുൻവിധികളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ ചാടിക്കേറി നമ്മുടെ ജഡ്ജ്മെൻ്റ് അങ്ങ് പറയും, ഇന്ന കാരണമാണ്, ഇതാണ് കാരണം, വേറെ ഒന്നും കാരണമില്ല, നമ്മളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു ഇന്നതാണ് കാരണം എന്നുള്ള കാര്യം. ആളുകളോട് കൃപയോടുകൂടി ഇടപെടണം, ആളുകളോട് സഹതാപത്തോടു കൂടി ഇടപെടണം, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം, അവർ കടന്നു പോകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. റോമർ 12:15 പറയുന്നു, റിജോയ്സ് വിത്ത് ദം ദാറ്റ് ഡു റിജോയ്സ് ആൻഡ് വീപ് വിത്ത് ദം ദാറ്റ് വീപ്സ്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുക. അത് എളുപ്പമുള്ള കാര്യമല്ല. ചിരിക്കുന്നവരോട് ചിരിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ കരയുന്നവരോട് കരയാൻ അത്ര എളുപ്പമല്ല. അല്ല, ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കാനും അത്ര എളുപ്പമല്ല കേട്ടോ. അവിടെ പ്രശ്നമുണ്ട്. പണ്ടൊരു സഹോദരൻ പറഞ്ഞാൽ, ഒരു സഹോദരൻ ഒരു കാറ് വാങ്ങിച്ചതിന് സ്തോത്രം പറഞ്ഞു സഭയിൽ. കർത്താവ് സഹായിച്ച ഒരു കാറ് വാങ്ങിക്കാനായിട്ട് പറ്റി, കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞു. സഭായം കഴിഞ്ഞപ്പോൾ വേറെ സഹോദരൻ പ്രശ്നം ഉണ്ടായി. ഈ ജഡികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ സഭയിൽ സ്തോത്രത്തിനായിട്ട് പറയണത്? അപ്പോൾ അങ്ങനെ വിഷമമുള്ളവരുണ്ട്. നമ്മുടെ ഒരു സഹോദരനൊരു സന്തോഷം ഉണ്ടാകുന്ന കാണുമ്പോൾ കൂടെ സന്തോഷിക്കാൻ പറ്റാത്ത ഹൃദയമുള്ളവരുമൊക്കെ ഉണ്ട്. മാനസാന്തരപ്പെടണം ഞാൻ പറയുന്നത്, മാനസാന്തരപ്പെടണം. സ്നേഹമില്ലായ്മയാണത്. അപ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷം ഉണ്ടായാൽ ആ കൂടെ സന്തോഷിക്കാനായിട്ട് നമുക്ക് പറ്റണം, ഉള്ളിലൊരു വിഷമം കൂടാതെ.
മറ്റുള്ളവൻ്റെ സന്തോഷം കാണുമ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടാകുന്നതിനാണല്ലോ ഈ കുശുമ്പെന്ന് പറയുന്നത്, അസൂയ എന്ന് പറയുന്നത്. അതിനാണല്ലോ. ഞങ്ങൾക്ക് പണ്ടൊരു അയൽക്കാരനുണ്ടായിരുന്നു. ആ ചേട്ടന് 3 ആൺമക്കളാണ്, ഞങ്ങൾ 3 ആൺമക്കളാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരേ പ്രായമാണ്. അപ്പോൾ ഈ മൂത്ത പയ്യനും ഞാനും 2 പേരും ഒരുമിച്ചാണ് 10ാം ക്ലാസ് പാസ്സായത്. അപ്പോൾ ഇവന് കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു, ഞാനും കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഈ ചേട്ടന് ചെറിയ വിക്കുണ്ട്. ആ പുള്ളി ചോദിച്ചു, നിനക്ക് അഡ്മിഷൻ കിട്ടിയോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല ഏട്ടാന്ന് പറഞ്ഞു. നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനാ ചേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. എൻ്റെ മോനെ കിട്ടിയില്ല, നിനക്കും കിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല, ഒരു പിണക്കവും ഇല്ല. പക്ഷെ എന്നാലും പിള്ളയുടെ മനസ്സിൽ തോന്നിയിരിക്കുക, എൻ്റെ മോന് കിട്ടിയില്ല നിനക്കും. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ലോകത്തിലുണ്ട്. പക്ഷെ അത് വിശ്വാസികളുടെ ഇടയിലുണ്ടെങ്കിലോ അത് കുഴപ്പമല്ലേ? അത് കുഴപ്പമാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊരു സങ്കടം വരുമ്പോൾ സന്തോഷിക്കുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവർക്കൊരു ദുഃഖം വരുമ്പോൾ അത് നന്നായി എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ ഒരു മനുഷ്യരെയും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടാനായിട്ട് പറ്റില്ല. അവരെപ്പോഴും ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കുന്നവരും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നവരും ദുഃഖത്തിൽ പങ്കുചേരുന്നവരും ഒക്കെ ആയിട്ട് നമ്മൾ മാറണം. അത് നമ്മൾ പഠിക്കണം. ഒരു സ്നേഹമുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു കൃപയുള്ള ഒരു സമൂഹം, കരുണ കാണിക്കുന്ന ഒരു സമൂഹം, മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം, അങ്ങനെ ഒരു സമൂഹത്തിനാണ് ഒരു സൗഖ്യദായക ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 4, സഭയിൽ ആരോഗ്യമുള്ള വ്യക്തിബന്ധങ്ങൾ വേണം. ഹെൽത്തി പേഴ്സണൽ റിലേഷൻഷിപ്പ്. ആരോഗ്യമുള്ള വ്യക്തിബന്ധങ്ങളുള്ള സഭയിലേ ഈ സൗഖ്യം നടക്കുള്ളൂ. കാരണം സൗഖ്യദായക ശുശ്രൂഷ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ വരാറുണ്ട്. മദ്യപാനത്തിൽ നിന്ന് മോചനം അന്വേഷിച്ച ആൾക്ക് വരാറുണ്ട്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്, കുട്ടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഞാൻ മാത്രമല്ല ഈ വ്യക്തികളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ നമ്മൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സഭയിൽ വേറെ ചില സഹോദരന്മാരുണ്ട്, അവർ അതിനു വേണ്ടി പോകാനും കഷ്ടപ്പെടാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ ആ സഹോദരന്മാരെ ഏൽപ്പിച്ചു കൊടുക്കും, സഹോദരാ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് വേണ്ടി വന്ന് അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആശുപത്രി കൂടെ 2 ദിവസം നിൽക്കണം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ പോയി നിൽക്കാനായിട്ട് ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ വേണം. ആ ആളുകൾ എന്തുകൊണ്ടാണ്? പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, സൗരതേ ഇന്നയാൾ ഇദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യണമല്ലോ, പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനത് പറയുന്നത് എൻ്റെ സഭയിലുള്ള എൻ്റെ സഹോദരങ്ങളോട് പറയുമ്പോൾ അവർ അതിനോട് പോസിറ്റീവായിട്ട് സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഓരോ സമയമില്ല, ഇന്നിപ്പോൾ സമയമില്ല, വേറെ ആരെങ്കിലും ഓരോരുത്തരും ഒഴിഞ്ഞു മാറും. അവസാനം ഇത് മുഴുവൻ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറും അല്ലേ? അങ്ങനെയൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. ഒരു സമൂഹമായിട്ട് നമുക്ക് ഒരു ഹെൽപ്പിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറണമെങ്കിൽ ആ സഭയിലുള്ള വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല ബന്ധങ്ങൾ വേണം. ഇപ്പോൾ നമ്മളൊരു ഫാമിലിയെ കൗൺസിൽ ചെയ്യുന്നു, ആ ഫാമിലിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് സമയം ചെലവഴിച്ചാൽ നല്ലതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അവർ നല്ല കുടുംബജീവിതം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സഭയിലെ നല്ല ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരു സഹോദരനെയും വിളിക്കും, സഹോദര ഇന്ന കുടുംബത്തെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വിളിക്കണം, എന്നിട്ടൊരു 2-3 മണിക്കൂർ അവരുടെ കൂടെ സമയം ചെലവഴിക്കും, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക, അവർക്കൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർ പോകുന്നു, അവിടെ ഇരിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഇടപെടലും അവരുടെ സംസാര രീതിയും ഇതൊക്കെ അവർ കാണുന്നു.
ഇതിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കും. പല ഏരിയാസ് കറക്റ്റ് ചെയ്യപ്പെടും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ കുറേ പാഠങ്ങൾ പഠിക്കും. അങ്ങനെ സ്വീകരിക്കാനായിട്ട് മനസ്സുള്ള ഒരു കുടുംബം നമുക്കില്ലെങ്കിലോ? അപ്പോൾ ചർച്ച് എന്ന് പറയുന്ന സമൂഹത്തിൽ ആ സമൂഹം നമുക്ക് നല്ല ബന്ധങ്ങൾ ഉള്ള ഒരു സമൂഹം ആയിരിക്കണം. അതായത് വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ സഭയിൽ തന്നെയാണെങ്കിലും ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായി, ഈ വിഷമം നമ്മൾ തുറന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ആശങ്കകളുണ്ട്. ഒന്ന് ലജ്ജയുണ്ട്, അല്ലേ? ഒരുപക്ഷെ മറ്റുള്ളവരോട് പറയാനായിട്ട് നാണക്കേടുള്ള വിഷയമായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഞാൻ സഭയിൽ നിന്ന് ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊരു വഴക്കുണ്ടായി. ഞാനിത് ആരോട് പറയും? പക്ഷേ എനിക്കിത് പറയാതെ വല്ലാത്തൊരു പ്രയാസം, എനിക്ക് ഹെൽപ്പ് വേണം. ഞാനിത് ആരോട് സംസാരിക്കും? എനിക്ക് ലജ്ജയാണ്. കാരണം ഞാനിത് സഭയിലുള്ള എൻ്റെ സഹമൂപ്പനെടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ ആ സണ്ണി സഹോദരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, അത് കേൾക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ് എൻ്റെ സഭയിലുള്ള എൻ്റെ കൂട്ടു സഹോദരൻ. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ആ സഹോദരൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയാം. സഹോദരൻ, എങ്ങനെയൊരു പ്രയാസം എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവും. അപ്പോൾ പല വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷെ ആരോട് പറയാനത്? മൂപ്പനോട് പോലും പറയാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂപ്പനോടെങ്ങാനും പറഞ്ഞു പോയി അടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ അത് ഉദാഹരണമായിട്ട് വല്ലതും വരും. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും അറിയും, അല്ലേ? എൻ്റെ അമ്മച്ചി പണ്ട് കുമ്പസാരിക്കാൻ പോയ പോലെ ഇരിക്കും. എൻ്റെ അമ്മച്ചി പണ്ട് കുമ്പസാരിക്കാൻ പോയപ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരുന്ന അച്ഛനൊരു വിചിത്ര സ്വഭാവമുള്ളൊരു അച്ഛനാണ്. അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പരസ്യമായിട്ട് ചിലപ്പോൾ ചീത്ത വിളിക്കും. അപ്പോൾ തൊട്ട് മുമ്പിൽ നിന്ന ഒരു ചേട്ടത്തി, അതിൻ്റെ പുറയിലാണ് അമ്മച്ചി നിൽക്കുന്നത്. അമ്മച്ചി മുട്ടൂത്തി നിൽക്കുക. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി നിൽക്കുന്നു. തൊട്ട് മുമ്പിലുള്ള ചേട്ടത്തി അച്ഛനോട് ചെന്ന അച്ഛൻ്റെ അടുത്ത് പാപങ്ങളൊക്കെ ഏറ്റു പറയുകയാണ്. ഈ ചേട്ടത്തി പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതുണ്ടോ ഇവിടെ വരണോ, പിശാചാ, കൊമ്പുണ്ടോ നോക്കി, ഇവക്ക് വാലുണ്ടോ നോക്കി, അതുപോലത്തെ പാപം ചെയ്തിട്ട് അവളോട് വന്ന് നിൽക്കണം. അച്ഛനൊരു ഒറ്റ വിളിച്ചു. ആ ചേട്ടത്തി തലയെ തുണിയിട്ടുകൊണ്ട് ഇറങ്ങി ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു ചങ്ക് പൊട്ടുന്ന വിഷമം വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെ പരസ്യമാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണെങ്കിൽ നമ്മുടെ അടുത്ത് ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റില്ല, തോന്നില്ല, അല്ലേ? അപ്പോൾ ആളുകൾക്ക് നമ്മുടെ അടുത്ത് വന്നൊരു കാര്യം പറയാനും അത് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുമെന്നും അവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമെന്നും അവരുടെ കൂടെ നിൽക്കുമെന്നും ഒക്കെ ബോധ്യമുള്ളവരുടെ അടുത്ത് ആൾക്കാർ വന്ന് പറയും. അപ്പോൾ അതിനെന്ത് വേണം? അതിന് ഈ ബന്ധങ്ങൾ വേണം. ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞായറാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ വരും, കഞ്ഞി കുടിച്ചാൽ ആ നിമിഷം നമ്മൾ വീട്ടിൽ പോകും. പിന്നെ എപ്പോഴാണ് കാണുന്നത്? അടുത്ത ഞായറാഴ്ച. അപ്പോൾ എപ്പോഴാണ് ഈ വ്യക്തിബന്ധം ഉണ്ടാവുന്നത്? ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാവും? ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം കൂട്ടായ്മയാണ്. ഏതെങ്കിലുമൊക്കെ സൗരന്മാരുടെ വീട്ടിൽ പോവും, വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും, ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കും. വലിയ സദ്യയൊന്നുമില്ല, അന്ന് ആരുടെയെങ്കിലും കാശൊന്നുമില്ല. പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഉള്ള കട്ടൻ കാപ്പിയും കുടിച്ച്, അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമാണ്. വീടുകളിൽ പോകും, നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരും. ഇപ്പോൾ അങ്ങനെ ആരും ആരുടെയും വീട്ടിൽ പോകാറില്ലല്ലോ. അങ്ങനെയുള്ള പരിപാടി ഒക്കെ നിന്നുപോയി. പ്രത്യേകിച്ച് കോവിഡിങ്ങനെ വന്നപ്പോൾ എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യക്തികൾ അടുത്തിരുന്ന് വർത്തമാനം പറയണം, ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം വേണം. അത് കുടുംബജീവിതത്തിലായാലും ശരി, സഭാജീവിതത്തിലായാലും ശരി, അടുത്തിരുന്ന് വർത്തമാനം പറയാതെ ആർക്കും ആരോടും ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാകുന്നത്. ഈ അകലം കൂടുമ്പം സംഭവിക്കുന്ന ഒരു അപകടം എന്നറിയാം, നമ്മൾ മറ്റുള്ള ഒരാളെക്കുറിച്ച് ഊഹിച്ച ഓരോ കാര്യങ്ങൾ
ഊഹിക്കാൻ തുടങ്ങും. ഇപ്പോൾ ടൗണിലൂടെ നടന്നു പോയ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു സഹോദരൻ വന്നു. ആ സഹോദരൻ എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ചപ്പുറത്തേക്ക് നീ വേറൊരു സഹോദരനെ കണ്ടു. എന്നാലും എൻ്റെ സഹോദര, ഞാനിപ്പോൾ ആ സഹോദരനെ കണ്ടു, എന്നറിയാൻ പാടില്ല, ആ പുള്ളി എന്നെ കണ്ടിട്ട് നേരെ കൊണ്ട് നോക്കിയില്ല, ചിരിച്ചുമില്ല. എന്നാലും എന്നാ മനുഷ്യനാ പുള്ളി എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് കുറ്റം ഈ മനുഷ്യനോട് പറഞ്ഞു കേൾപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ സഹോദരനെ കണ്ടു. പുള്ളി വലിയ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, സഹോദരൻ ഇന്നലെ അപ്പോൾ എന്നെ കണ്ടിട്ട് ഇയാൾ മൈൻഡ് ചെയ്യാതെ പോയെന്നോ? ഇന്നലെ ഞാൻ കണ്ടില്ലല്ലോ. അല്ല, ഇന്നലെ ടൗണിൽ കൂടെ നടന്നപ്പോൾ ഞാൻ ഓപ്പോസിറ്റ്. എൻ്റെ പൊന്നു സഹോദരൻ, ഞാൻ കണ്ടില്ല. പുള്ളി വേറെ എന്തോ കേസ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടു കാണുമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് മിണ്ടാതെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ വാസ്തവത്തിൽ നമ്മളെ കണ്ടുപോലില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിലോ, സംസാരിച്ചില്ലായിരുന്നെങ്കിലോ, ഞാൻ വീണ്ടും ഊഹിച്ചുകൊണ്ടിരിക്കും ഈ മനുഷ്യൻ എന്നോട് എന്തോ ഇഷ്ടക്കേടുണ്ട് എന്ന് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുമ്പം ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, സൗര അതെന്താ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ ചെയ്തെന്താ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വിശദീകരണം കിട്ടും. അല്ലെങ്കിൽ ചില ആളുകൾ വരാത്തതിൻ്റെ കാരണം എല്ലാവരും വന്നു, ആ സൗരം വന്നില്ല, നമ്മൾ പിന്നെ ഊഹിക്കാൻ തുടങ്ങും. ഊഹിക്കേണ്ട, അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ എന്ത് പറ്റിയ സൗരാന്നല്ലേ. അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചാൽ നമുക്ക് ആളുകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ള. അപ്പോൾ ഞാൻ കോളേജിൽ ചേർന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ എന്നോട് എന്തോ വല്ലാത്തൊരു രീതിയിലാണ് പെരുമാറുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്നാ സംഭവം. എന്നിട്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം യുവമാർ പറയാം, ഇവിടെ ക്ലാസ് തുടങ്ങിയ ആ സമയത്ത് നിന്നെ ഞങ്ങൾ തല്ലാൻ പ്ലാനിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ശോ, ഞാൻ പറഞ്ഞു എന്തിനടാ നീ ഭയങ്കര ജാടക്കാരനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ പിന്നെ മനസ്സിലായി അല്ലാന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആദ്യം ഇവരെങ്ങനെ ജാടക്കാരനാന്ന് മനസ്സിലായത്, ചിന്തിച്ചത് എങ്ങനെയാ? എന്നോട് ഒന്നും മിണ്ടിയിട്ടില്ല, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അന്നും ഒരു സ്വഭാവമുണ്ട്, അന്നും ഞാൻ ഈ ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ടേ നടക്കുകയുള്ളൂ. അന്നും ഈ ഫുൾ സ്ലീവ് ഇട്ട് പാൻറ് ഇൻ ചെയ്താൽ കോളേജിലും പോകുന്നത്. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ നമ്മളെ അങ്ങ് ജഡ്ജ് ചെയ്തു. ഇവനെ ഏതാണ്ട് ഭയങ്കര ജാടക്കാരനാണെന്നുള്ള കാര്യം അങ്ങ് ജഡ്ജ് ചെയ്തു. പക്ഷെ പിന്നെ വന്നപ്പോൾ മനസ്സിലായി ജാടയില്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായി, കമ്പനിയായി. അപ്പോൾ ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തും, കാണാത്തപ്പോൾ ജഡ്ജ്മെൻറ്റ് നടത്തും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കയറി വിധിച്ച് ഒക്കെ നമ്മൾ നമ്മുടേതായ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആളുകളോട് നമ്മൾ ഇടപെടാനായിട്ട് പോകുന്നത്. ഇതൊന്നും ആയിരിക്കില്ല വാസ്തവത്തിൽ വാസ്തവത്തിൽ ഈ വ്യക്തി ഇതൊന്നും ആകണമെന്നില്ല. അപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ സഹോദരന്മാരുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോയിരുന്നു കുറച്ച് നേരമൊക്കെ വർത്തമാനം പറയണം. ചുമ്മാ പോയി വർത്തമാനം പറയണം, വിശേഷമൊക്കെ ചോദിക്കണം. അതിന് നമുക്കെവിടെ നേരം? അത് നേരമില്ലാത്തതുകൊണ്ടാണ് പല സഭകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ പറയും, സ്നേഹമുള്ളിടത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. സ്നേഹമില്ലാത്തടത്ത് ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നമായിട്ട് മാറും. ശരിയല്ലേ? നമ്മൾ കൂട്ടുകൂടി നടക്കുന്ന കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചീത്ത വിളിച്ച് ഒച്ചയെടുത്തു, അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകും? ഇല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നമ്മുടെ നേരെ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് പ്രശ്നമായി. അപ്പോൾ സഭയിലെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സഭയ്ക്ക് തന്നെ ഒരു ഹീലിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറണമെങ്കിൽ സഭയിലുള്ള റിലേഷൻഷിപ്സ് ശരിയാവണം. സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സഭയിലെ നേതൃത്വവും വിശ്വാസികളും തമ്മിൽ ബന്ധങ്ങൾ ശരിയാവണം. ബന്ധങ്ങൾ ശരിയാവണമെങ്കിൽ അടുത്തിരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ നേരം വേണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ബന്ധങ്ങൾ അടുക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ, നമ്മുടെ ഒരു സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെല്ലുന്നു, പ്രസംഗിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ലീഡർഷിപ്പിലുള്ള സഹോദരന്മാരോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ അന്ന് അതിന് വിഭിന്നമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സഹോദരിമാരൊരു 5-6 പേര് ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയാം. പ്രായമായ സഹോദരിമാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, ഒക്കെയുണ്ട്.
അപ്പോൾ ഞാനൊരു കസേര വലിച്ചിട്ട് ഈ സൗരിമാരുടെ അടുത്തിരുന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എനിക്കൊരു 1/4 മണിക്കൂർ അവരോട് വർത്തമാനം പറഞ്ഞു. അവരുടെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിച്ചു. ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സൗരന്മാരോട് പറയും, അയ്യോ ഈ സണ്ണി സൗരൻ ഞങ്ങളോടൊക്കെ വർത്തമാനം പറയൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരു മനുഷ്യനെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, നമ്മളൊക്കെ വിചാരിച്ചത് നമുക്ക് ഈ മനുഷ്യരൊക്കെ ആയിട്ട് ഭയങ്കര അടുത്ത ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ പ്രസംഗിക്കുന്നു, ആൾക്കാരെല്ലാം അവിടെ ഇത് കേൾക്കുന്നു, ചിരിക്കുന്നു, തലയാട്ടുന്നു. അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പവും ബന്ധമൊക്കെ ആണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടുപ്പവും ബന്ധവും വേണമെങ്കിൽ അടുത്തിരുന്ന് വർത്തമാനം പറയണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ, തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇത് പറയാനായിട്ട് ഒരു ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ വിധിക്കാതെ, നമ്മളെ കുറ്റപ്പെടുത്താതെ, നമ്മളെ കളിയാക്കാതെ നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ള ഒരാൾ എന്ന രീതിയിലുള്ള ഒരു ചിന്ത വന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു സേഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയം കൂടാതെ, ലജ്ജ കൂടാതെ എൻ്റെ പ്രശ്നങ്ങൾ, അത് എത്ര വിഷയമുള്ള, എത്ര ലജ്ജാകരമായ വിഷയങ്ങളായിക്കോട്ടെ, എത്ര പ്രശ്നമുള്ള കാര്യങ്ങളായിക്കോട്ടെ, എനിക്കത് തുറന്നു പറയാനായിട്ടുള്ളൊരു സ്പേസ് വേണം. അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം. എന്നാലേ എനിക്ക് ഹീലിംഗ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പം ഒന്ന് ആലോചിക്കുക, നമ്മുടെ ചർച്ചിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം. അവർക്ക് അവരുടെ ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള ഫീലിങ്സ്, അവരുടെ ഹർട്ട്സ്, അവരുടെ വേദനകൾ ഇതൊന്ന് പറയണം. അത് പറയാനായിട്ടുള്ള ആളുകളെവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കും, പക്ഷേ ഇതേ ഈ സഹോദരനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്ന് ഇത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 5-6 പേര് സഭയിലുണ്ടെങ്കിൽ എത്ര സമാധാനം. സൗകര്യമാർക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ ഒരു സൗകര്യമുണ്ട്, ആ സൗകര്യോട് പോയി പറഞ്ഞാൽ മതി. പരദോഷണോ ഏഷണിയോ ഒന്നുമില്ല. ആ സൗകര്യം അത് കേൾക്കും, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളുണ്ട് എവിടെയെങ്കിലും. അപ്പോൾ നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടണം. നമുക്കൊരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം നിർദ്ദേശിക്കാനായിട്ടുള്ളൊരു പ്രവണതയാണ് നമുക്ക് കൂടുതൽ. പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന കാരണമാണ്, ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് 1, 2, 3 അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. അതൊന്നും അല്ല പലപ്പോഴും ആവശ്യം. പലപ്പോഴും ആവശ്യം എന്താണെന്നറിയാമോ? കേൾക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. മനുഷ്യൻ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ. അവർ തന്നെ പറയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കേൾക്കാൻ മനസ്സുള്ളവരായിരിക്കും. അതുകൊണ്ട് കർത്താവല്ല വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് മനുഷ്യനും പറയാൻ താമസവും കേൾക്കാൻ വേഗവും ഉള്ള. അത് കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, അത് പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ, ഒരു പ്രമാണമാണ് അത്. കൗൺസിലേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഈ ആളുകളുടെ വിഷമം കേൾക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂർ ഇരുന്ന് കേൾക്കുന്നതിന് വാങ്ങിക്കുന്ന ഫീസ് 3000, 5000, 10000. നിങ്ങളൊരു പ്രൊഫഷണൽ കൗൺസിലറുടെ അടുത്ത് ചെന്ന് നോക്കുക, ഇതാണ് ഫീസ്. എന്തിനാ? കേൾക്കണം. കാരണം ആർക്കും കേൾക്കാനായിട്ട് താല്പര്യമില്ല. വീട്ടിൽ ഭാര്യയ്ക്ക് കേൾക്കാനില്ല, പിള്ളേർക്ക് കേൾക്കില്ല, സഭയിൽ ആരും കേൾക്കില്ല, പിന്നെ ആരുടെ അടുത്ത് പറയുമല്ലേ? അപ്പോൾ അങ്ങനെ കേൾക്കാനായിട്ട് മനസ്സുള്ള ആളുകളുണ്ടെങ്കിലേ ഹീലിംഗ് നടക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ സംഘർഷഭരിതമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് കളയണ്ടേ, ഒന്ന് പുറത്തേക്ക് ഒഴുക്കി കളയണ്ടേ? അങ്ങനെയുള്ള ആളുകൾ നമുക്ക് വേണം. അപ്പോൾ റിലയബിൾ ആയിരിക്കണം, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതായത് ഒരാൾ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അത് വേറൊരാളുടെ അടുത്ത് പോയി പറയരുത്. രഹസ്യം വെളിപ്പെടുത്തുന്നവരാവരുത്. ഒരു സഹോദരൻ്റെ രഹസ്യം നമ്മൾ മറ്റൊരിടത്ത് പോയി പറയരുത്. അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിലും ഈ പറയുന്ന ഹീലിംഗ് നടക്കില്ല. ആളുകൾ പറയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമുള്ളപ്പോൾ അവനെ ബോധ്യം വരുത്തുക. അതൊരു പ്രൈവറ്റ് കോൺവെർസേഷനാണ്, വ്യക്തിപരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. അവിടെ ആ മനുഷ്യനുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു. എന്തിനാണ്? നമ്മുടെ ഉദ്ദേശം എന്താ? ആ വ്യക്തിയെ നേടണം, യഥാസ്ഥാനപ്പെടുത്തണം, അവനെ വളർത്തണം, അവൻ്റെ കുറവുകളെ പരിഹരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം.
അതല്ലാതെ അവൻ്റെ ജീവിതത്തിലെ കുറച്ച് രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് 4 പേരോട് പറയണം. നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കുറേ രഹസ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അറിയാവോ? നമ്മളൊരാളെ കാണുമ്പോൾ തോരാ നമ്മൾ ഉദ്ദേശിച്ച പാർട്ടിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ സൗരന്മാരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞങ്ങളെപ്പോലെയുള്ളവർ കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ എത്ര അത് പോകണ്ട. അതറിഞ്ഞാൽ പിന്നെ നാളെ അദ്ദേഹത്തെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ മുഖം മാറും, ഒരു വിഷമം ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ കാര്യം നമ്മുടെ ഉള്ളിലിരിക്കുന്നു, കർത്താവിനോട് പറയുന്നു. അപ്പോൾ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വരുള്ളൂ, രണ്ടാമത് വരില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അഞ്ചാമത് ഒരു ഹീലിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറണമെങ്കിൽ റെഗുലറായിട്ടുള്ള പാസ്റ്റോറൽ കെയർ നടക്കണം. സഭയിൽ ഇടയ ശുശ്രൂഷ ക്രമമായി നടക്കണം. എന്താണ് ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സഭായോഗം നടത്തുക എന്നുള്ളതല്ല. പല ഇടയന്മാരുടെയും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സഭായോഗം നടത്തുക, ഒരു മെസ്സേജ് പറയുക, ആഴ്ചയിലൊരു ക്ലാസ് എടുക്കുക, പിന്നെ മാസത്തിലൊരിക്കൽ ഹൗസ് വിസിറ്റിംഗ് ഉണ്ടാവും. അതോടുകൂടി ഇടയൻ്റെ ജോലി തീർന്നോ? ഇല്ല. ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവിതവുമായിട്ട് അടുത്ത് ഇടപഴകുകയും അവർക്ക് ഉപദേശം കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, അല്ലേ? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മുടെ ഗൈഡൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക. സഹോദരാ, ഇന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ ചില ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ഒരു വിശ്വാസിക്കും വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ പോകരുത്. തീരുമാനം അവരെടുത്തോളണം. നമുക്ക് സാധ്യതകളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കറക്ഷൻ വേണ്ടി വരും. അപ്പോൾ ഈ പാസ്റ്റോറിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുടെ അടുത്ത് പോയിരുന്ന് നമ്മുടെ ആടുകളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ സങ്കടങ്ങളെ കേൾക്കുകയും അവരുടെ പ്രതിസന്ധികൾ, അവർ കടന്നു പോകുന്ന പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അവരുടെ കാഴ്ചപ്പാടിൻ്റെ ചില ആശയങ്ങൾ അവർ വിശ്വസിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ എവിടെ നടക്കുന്നത്? സഭായോഗത്തിൽ ഒറ്റ പ്രസംഗത്തിൽ നടക്കുമൊന്നുമില്ല. ഇതൊന്നും ഇതൊക്കെ പേഴ്സണലായിട്ട് ഓരോരുത്തരുടെ അടുത്ത് സമയം ചെലവഴിച്ചാലേ നടക്കുകയുള്ളൂ. അതുപോലെ ചിലപ്പോൾ പാപങ്ങൾ ചില ആളുകളുടെ ജീവിതത്തിലുള്ളത് അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ചില ശീലങ്ങൾ, ചില തെറ്റായ പെരുമാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ പോയി ഇരുന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ച് കറക്റ്റ് ചെയ്യണം. 60 വയസ്സുള്ള ഒരു ചേട്ടൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഈ ചേട്ടൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിൽ സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പം ചേട്ടത്തി അവിടെ എന്ന് പറയും, എൻ്റെ പൊന്ന് സാറേ, ഈ മനുഷ്യൻ ചൂരിൽ വെച്ചിട്ടാണ് എനിക്കിട്ട് തല്ലണേന്ന് പറഞ്ഞു. ചൂരിൽ വെച്ചാണ് എനിക്കിട്ട് തല്ലണത്. അപ്പോൾ ഈ ചേട്ടൻ വളരെ ഗൗരവമായിട്ട് അറിയാം, സഹോദര, പെണ്ണുങ്ങളും പിള്ളേരും ഒരുപോലെ നല്ല അടി കൊടുത്താലേ മര്യാദയാവുള്ളൂ. ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കും, സ്നാനപ്പെട്ടാലും കൊടുക്കും. അപ്പോൾ ഞാൻ അന്ന് ബ്രഹ്മ സാറിന് ഇടയ്ക്കിടയ്ക്ക് വാഴക്കുളത്തൊക്കെ വരുന്ന സമയം ഞാൻ പിന്നെ ഇത് അച്ഛനെ വിളിച്ചുകൊണ്ട്, കാരണം പ്രായമായ മനുഷ്യനാണ്, ഞാൻ ഇദ്ദേഹത്തെ പോയി ശാസിക്കാനും ഉപദേശിക്കാനും എന്നെ കിട്ടും. അപ്പോൾ എരിച്ചാനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രശ്നങ്ങൾ എവിടെയാണെന്നും ദൈവവചനപ്രകാരം എങ്ങനെയാണ് കാണേണ്ടതെന്നും ഭാര്യേനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഈ മനുഷ്യന്
ഇങ്ങനെ തിരുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം എവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് പോലെ ഞാൻ തല്ലില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സ്നാനപ്പെട്ടു, അതിനുശേഷം പിന്നെ തല്ലിയിട്ടുമില്ല. അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണ്, അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് തെറ്റായ ചില കാര്യങ്ങളാണ്, അവരുടെ ധാരണകൾ തെറ്റാണ്. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമുക്ക് അവരോട് പോയി അടുത്തിരുന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോഴേ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പാസ്റ്ററിങ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളുടെ അടുക്കൽ ചെന്നിരിക്കണം. അതുപോലെ നമുക്ക് കൗൺസിലിങ്, ഒരു ഇൻഫോർമൽ സെറ്റിങ്സിൽ എന്തോരം കൗൺസിലിങ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നറിയാമോ, നമ്മൾ പോലും അറിയാതെ. അതായത് ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് അവർക്ക് എങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും, എങ്ങനെ അവരുടെ പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ആൾക്കാരെ. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ആളുകളുടെ അടുക്ക് പോയിരിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു സമയമൊക്കെ വേർതിരിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സഭാ ശുശ്രൂഷകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഈ പാസ്റ്റോറൽ വിസിറ്റിംഗാണ്. പാസ്റ്റോറൽ വിസിറ്റിംഗ്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സഭയിലെ ഓരോ വിശ്വാസികളുടെയും അടുക്കൽ നമ്മൾ പോയിരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യണം. എത്ര വിശ്വാസികളുണ്ട് നമ്മുടെ അടുത്ത്? 500 1000 ഒന്നുമില്ലല്ലോ. ഞാൻ ഈരാറ്റുപേട്ടയിലുള്ളൊരു പഞ്ചായത്ത് വാർഡ് മെമ്പറെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കേട്ടു. പുള്ളിയുടെ ഇലക്ഷൻ ഇത്തവണ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ അദ്ദേഹം എല്ലാ വീടുകളിലും പോകും. അതായത് ആ മണ്ഡലത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളിലും ഈ മനുഷ്യൻ മാസത്തിൽ ഒരു പ്രാവശ്യം പോകും. പോയി അവിടെ പോയിരുന്ന് ആളുകളോട് സംസാരിക്കും, അവരുടെ വിഷമങ്ങൾ കേൾക്കും. അവിടെ രോഗികളുണ്ടെങ്കിൽ ആ പുള്ളി പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിളിച്ചതിനുള്ള ഏർപ്പാട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കേണ്ട ആവശ്യമില്ല ജയിക്കാൻ. എല്ലാ കുടുംബങ്ങളിലും അദ്ദേഹം ഉണ്ട്. മറ്റേത് 5 വർഷം കൂടുമ്പം തല കാണിക്കുന്ന സൈസ് ആളല്ല പുള്ളി. നമ്മളെ സംബന്ധിച്ച് പറയുമ്പം, ഞാൻ സഹോദര ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് നമ്മളൊരാളോട് പറഞ്ഞാൽ ആ സഹോദരൻ മിക്കവാറും ചോദിക്കാൻ വേണ്ടി, എന്നാ സഹോദര പ്രശ്നം? കാരണം നമ്മൾ ചെല്ലുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോഴാണ്. അവർ പ്രോബ്ലം സെൻറ്റേഡ് പാസ്റ്റോറൽ കെയർ അല്ല നമുക്ക് ആവശ്യം, പീപ്പിൾ സെൻറ്റേഡ് പാസ്റ്റോറൽ കെയർ ആണ് നമുക്ക് ആവശ്യം. മനുഷ്യകേന്ദ്രീയമായ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ്. പേര് ചൊല്ലി വിളിക്കുന്നു അല്ലേ? ഈ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എല്ലാവരുടെയും പേരറിയാം എന്നുള്ളതല്ല, പേഴ്സണൽ ബന്ധമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ സഭയിലുള്ള എല്ലാവരുടെയും പേര് നമുക്കറിയാവുന്നുള്ള വേറെ ചോദ്യം. പക്ഷേ ഈ ആളുകളുടെ ആത്മീക ജീവിതത്തിൻ്റെ നിലവാരം, അവരുടെ പ്രത്യേകതകൾ, അവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലേ ആളുകളെ നമുക്ക് സൗഖ്യമാക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൗണ്ട് ടീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചർ. ദൈവത്തിൻ്റെ വചനം നന്നായി പഠിപ്പിക്കുക. ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന സമൂഹത്തിൽ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. കാരണം ഒരു ഫോർമൽ കൗൺസിലിംഗ് സെറ്റിംഗ്, ആ സെറ്റിങ്സ് കൂടാതെ തന്നെ ആളുകൾക്ക് അവരുടെ കുറവുകളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തി കൊടുക്കും. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്, വിവേചിക്കുന്നതാണ്, അവിടെ രൂപാന്തരം വരുത്തുന്നതാണ് അല്ലേ? അപ്പോൾ സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടും ശക്തമായിട്ടും തുടർമാനമായിട്ടും പ്രസംഗിക്കണം. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമൂഹം അവർ കരുത്തുള്ളവരായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5-6 കാര്യങ്ങൾ, ഞാനിപ്പോൾ എത്ര കാര്യം പറഞ്ഞു? 6 കാര്യങ്ങളല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ വേറെ ഇനിയും പറയാൻ പറ്റും. പക്ഷേ ഇത് എങ്കിലും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലുണ്ടെങ്കിൽ ആ സഭ ഒരു സൗഖ്യദായക സമൂഹമായിട്ട് രൂപാന്തരപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ടെങ്കിലേ നമുക്ക് ആളുകളെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്.